ഹായ് മൈ ഡിയേഴ്സ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ പാർട്ട് 5 ആണ്. അപ്പോൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ഈ ഒരു ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഒരു 5-6 അല്ല 1-2 ക്ലാസ്സോടെ എക്സ്ട്രാ ഞാൻ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എടുക്കുമ്പം എന്താ പറയുക, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ടെക് പഠിക്കുന്ന സ്റ്റുഡൻസിനും ബി ടെക് പഠിക്കുന്ന സ്റ്റുഡൻസിനും ആ ഒരു സബ്ജക്റ്റ് വന്നിട്ട് ടീച്ചേഴ്സ് അധികം എടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എടുക്കുന്നത് ഒരുപാട് ലാസ്റ്റ് ആയിരിക്കും വരുന്നത്. കാരണം എന്താ, അവർക്ക് ഒരുപാട് പഠിപ്പിക്കാൻ കാണും മറ്റുള്ള പിള്ളേർക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സമയം കിട്ടത്തില്ല ഈ ഒരു ഡിസൈൻ ഓഫ് എക്സ്പെരിമെൻ്റ്. പിന്നെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എല്ലാവരും വിചാരിക്കുന്നുണ്ട്, പക്ഷെ അത് ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സബ്ജക്റ്റ് കൂടെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പം ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ പാർട്ട് 5 കാണുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ? ഇതിനു മുമ്പ് എന്തൊക്കെയാണ് പഠിച്ചത്? പഠിച്ചത് സോയിൽ ടൈപ്സ് പഠിച്ചു, വെതറിങ് പഠിച്ചു, എന്തൊക്കെ ടൈപ്പ് വെതറിങ്, ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ ഡെഫിനിഷൻസ് നോക്കി അല്ലേ? ഡെഫിനിഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? വോയിഡ് റേഷ്യോ, പെർസെൻറ്റേജ് എയർ കണ്ടൻറ്റ്, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ അല്ലേ? പിന്നെ ഗാമ ബൾക്ക്, ഗാമ സാച്ചുറേഷൻ, പിന്നെ ഗാമ സബ്മേർജ്, ഇതെല്ലാം നമ്മൾ നോക്കി അല്ലേ? പിന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് നോക്കി. ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിന് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഗേറ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് സൈക്ലോമീറ്റർ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ? എന്തിനാണ് സൈക്ലോമീറ്റർ? ഇതിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്, എനിക്കറിയാം നിങ്ങൾ വേഗം ആൻസർ ചെയ്യുന്നു. എന്നാലും നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാം. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലിൽ വെള്ളമില്ലാതെ നമ്മൾ വെയിറ്റ് നോക്കും. ആ വെയിറ്റിന് എന്താണ്? W1 അല്ലേ? അത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ സോയിൽ നിറച്ചിട്ട്, മീൻസ് എത്ര സോയിൽ വേണം അത്ര സോയിൽ നിറച്ചിട്ട് അതിൻ്റെ വെയിറ്റ് നോക്കും, അത് W2. അത് കഴിഞ്ഞ് വെള്ളം അതിലൊഴിക്കും അല്ലേ? അത് W3 അല്ലേ? അത് കഴിഞ്ഞിട്ട് ആ ഒരു വെള്ളവും സോയിലും കളഞ്ഞിട്ട് പിന്നെയും അതിൽ വെള്ളം മാത്രം എടുക്കും, അത് W4. അങ്ങനെ അതിലൊരു ഫോർമുലയും വരും അല്ലേ? W2 മൈനസ് W1 ഡിവൈഡഡ് ബൈ W2 മൈനസ് W1 മൈനസ് W4 മൈനസ് W3 അല്ലേ? അങ്ങനെയാണ് ഫോർമുല വരുന്നത്. അപ്പം സൈക്ലോമീറ്റർ മെത്തേഡ് എന്തിനാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റും വോയിഡ് റേഷ്യോ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അടുത്തത് വന്നിട്ടാണ് ഇഫ് ദ മോയ്സ്ചർ content of fully saturated soil is 100%, then the void ratio is. മനസ്സിലായോ? എന്തെങ്കിലും പറഞ്ഞുതരാം. ആൻസർ ഉണ്ടേ, എന്നാലും ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? റിലേഷൻഷിപ്പിൽ വരുന്ന ഫോർമുലയാണ് SE=W/T. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഇ വന്നിട്ട് വോയിഡ് റേഷ്യോ, W വന്നിട്ട് വാട്ടർ കണ്ടന്റ്, G വന്നിട്ട് ട്രൂ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലേ? അപ്പം ഇവിടെ SRഉം 100 ആയിരിക്കും, Wയും 100 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്തായിരിക്കും വരിക? രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ? Gയും ഈക്വൽ ആയിരിക്കും, ഇയും ഈക്വൽ ആയിരിക്കും, രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പം വോയിഡ് റേഷ്യോ തന്നെയാണ് ട്രൂ സ്പെസിഫിക് ഗ്രാവിറ്റി. നെക്സ്റ്റ് വന്നിട്ടാണ് സോയിൽ ദാറ്റ് വിൽ ഹാവ് ജനറലി മാക്സിമം വോയിഡ് റേഷ്യോ ഈസ്. മനസ്സിലായോ? ഏറ്റവും കൂടുതൽ വോയിഡ് റേഷ്യോ ഏതിനായിരിക്കും ഉള്ളത്? ക്ലേനായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫോർ എ ഗിവൺ സോയിൽ ദ ഫോളോയിങ് യൂണിറ്റ് ഈസ് കോൺസ്റ്റന്റ്. ഏതായിരിക്കും കോൺസ്റ്റന്റ്? കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഗാമ എസ് അല്ലേ? ഗാമ സബ്മേർജ്ഡ് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എ സ്റ്റേബിൾ പാക്കിംഗ് ഓഫ് റെഗുലർ സ്പിയർ അറ്റ് എ മാക്സിമം ഡെൻസിറ്റി ഓഫ് വോയിഡ് റേഷ്യോ ഇസ്. സ്റ്റേബിൾ പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ, ബോൾസ് ഒരു ഡബ്ബ എടുക്കാം. ഈ ഡബ്ബയ്ക്കകത്ത് നമ്മൾ കുറച്ച് ബോൾസ് ആദ്യം വെക്കുക, നിരത്തി ഫുൾ, ആദ്യത്തെ ഒരു ലെയർ ഫുള്ളായിട്ട് വെക്കുക. എന്നിട്ട് അതിന് മേളിൽ 2 ബോൾസിന് ഇടയിലൊരു ബോൾ, അതുപോലെ 2 ബോൾസ് ഇടയിലൊരു ബോൾ. മനസ്സിലായി? അങ്ങനെ അങ്ങനെ വെച്ച് പോവുക. അതാണ് സ്റ്റേബിൾ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ. മീൻസ് അതിൻ്റെ മേളിലും 2 ബോളിൻ്റെ ഇടയ്ക്ക് ഒരു ബോൾ വെക്കുക. മനസ്സിലായി? അങ്ങനെ വെക്കുന്നതിന് പറയുക സ്റ്റേബിൾ പാക്കിംഗ്. അതിന് എത്രയാണ് വോയിഡ് റേഷ്യോ വരിക? നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു. എത്രയാണ്? 0.91. ഓക്കെ, 0.34 എന്തിനാണ് വരുന്നത്? 34 സ്റ്റേബിൾ അല്ലാത്ത പാക്കിംഗ് ഉണ്ടല്ലോ, അതിനാണ് 0.34 വരുന്നത്. മീൻസ് ഒരു ബോളിന്റെ മേളിൽ ഒരു ബോൾ, ഒരു ബോളിന്റെ മേളിൽ ഒരു ബോൾ. അപ്പം അങ്ങനെ വെക്കുന്നതിന് പറയുന്നതാണ് അൺസ്റ്റേബിൾ പാക്കിംഗ്. അതിന് വന്നിട്ട് 0.34 ആണ്. ഓക്കെ, സ്റ്റേബിൾ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ പാക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ക്യൂബിക്കൽ അറേ ആണ് ഞാൻ പറഞ്ഞത് അൺസ്റ്റേബിൾ പാക്കിങ്.
നെക്സ്റ്റ് വരുന്നതാണ് വോയിഡ് റേഷ്യോ ഓഫ് സോയിൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് കൊടുത്തിട്ടുണ്ട് വോളിയം ഓഫ് വോയിഡ്സ് ടു സോളിഡ്സ് വോളിയം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് തിയററ്റിക്കലി വോയിഡ് റേഷ്യോ ഓഫ് സോയിൽ ക്യാൻ ബി ഹാവ് ദ ഫോളോയിങ് വാല്യൂസ്. ക്യാൻ ബി ലെസ് ഓർ മോർ ദാൻ 1. 1-നേക്കാളും കൂടുതലോ അല്ലെങ്കിൽ അതിലും കുറവോ ആയിരിക്കും വോയിഡ് റേഷ്യോ വരിക. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതോടെ വന്നിട്ട് ക്ലാസ് കഴിയുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് 6 കാണാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്.